നമ്മുടെ ചോട്ടക്കുട്ടനാണെങ്കിൽ ഒരു ഉണക്ക മാങ്ങാണ്ടിയും കടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് അകമൊക്കെ അടിച്ചിട്ട് ഞാൻ ചൂലും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇതാണ് എൻ്റെ ചൂല് കണ്ടാൽ നമ്മുടെ ചോട്ടുകുട്ടനൊരു പ്രത്യേക ആവേശം കേട്ടോ. ചൂലിനോട് ചൂലുമ്മിലൊക്കെ തൂങ്ങി കടിച്ച് വലിച്ചിങ്ങനെ ആടിക്കൊണ്ട് നടക്കും. അപ്പോൾ ഈ ചൂല് അവൻ ഇപ്പം കണ്ടിട്ടില്ല, ഞാൻ അവന് കാണിച്ചു കൊടുത്ത് നോക്കാം. അകം അടിച്ചു വരികയാണെങ്കിൽ മുറ്റത്താണെങ്കിൽ കൂടി അവൻ പറന്ന് വരും കേട്ടോ ചൂലിമ്മ കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവനൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കട്ടെ. ചോട്ടിട്ടാ, ഇതെന്താ സാധനം കണ്ടാ? ഇതാണ് ഇവൻ്റെ പരിപാടി. ഈ ചൂല് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഏത് ചൂലെടുത്താലും അങ്ങനെ വരില്ല കേട്ടാ. അപ്പോൾ ചൂലിങ്ങനെ കടിച്ച് പിടിച്ച് തൂങ്ങിയൊക്കെ ആടിപ്പിക്കും ഞാൻ ചിലപ്പോൾ. എൻ്റെ പല്ലിന് കേടാണ് എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതാടാ. തൂങ്ങി എന്തേ പല്ല് വാങ്ങിച്ചോ? ഇത് നാടൻ പട്ടിക്കുട്ടിയാണേ. അതുകൊണ്ട് ഞാൻ മറ്റേ ഒരു നായ്ക്കളൊന്നും കെയർ ചെയ്യും പോലെയൊന്നും നമ്മളിതിനെ നോക്കാറില്ല. നമ്മളെ ചാടവനെ കെയർ ചെയ്യും പോലെയൊന്നും ഞാൻ ഇതിനെ നോക്കാറില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം ഇതിനില്ലല്ലോ. ഇതാ ചൂല് പൊട്ടി. അയ്യേ, ചൂലിൻ്റെ പണി തീർക്കോ നീ? തീർക്കോ? വിട്. മതി, ഇനി മതി. എൻ്റെ ചൂല് കേടാവും. മതിയാ? മതി. മുടി വയൽ മുടി അധികം കളിപ്പിക്കാൻ നിന്ന് എൻ്റെ ചൂലിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ ചൂല് ഉണ്ടാക്കട്ടെ കേട്ടോ. ടാറ്റാ.